ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാനൊരു മാച്ച് പ്രിവ്യൂ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ന് 7:30 ഫത്രോഡയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയും തമ്മിൽ മത്സരിക്കുക. 7:30 മത്സരം. ഇന്ന് രാത്രി 7:30 ഒരു തീ പാറുന്ന മത്സരം ഇന്ന് ഫത്രോഡയിൽ അരങ്ങേറും എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി മാച്ച്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമനിലയോ ഒരു വിജയമോ നേടിയാൽ തന്നെ, തോൽക്കാതെ ഇരുന്നാൽ മാത്രം മതി ഈ സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് നമുക്ക് പോകാമെന്നുള്ളതാണ്. വാട്ട് എ ചാൻസ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു സിൽവർ അവെയർ അടിക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യം നമുക്കൊരു കിട്ടിയൊരു ചാൻസ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ അവസാനത്തെ 2 മത്സരം വിജയിച്ചിരിക്കുന്നു, രാജസ്ഥാൻ തോറ്റിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ എനിക്ക് മനസ്സിലായത്, മുംബൈയുടെ പൊട്ടൻഷ്യലല്ല കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടത്. മുംബൈ പോരാന്ന് നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. എനിക്ക് ലൈനപ്പ് നോക്കിയപ്പം ചില കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, എന്നാൽ നമുക്കും ഉണ്ട് പ്ലസ് പോയിൻറ്റ്സ്. ഇതിൻ്റെ പ്രോപ്പബിൾ ലൈനപ്പും മാച്ച് പ്രിവ്യൂവും കൂടിയാണ് ഞാൻ ആദ്യം തന്നെ പ്രോപ്പബിൾ ലൈനപ്പ് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു 4-4-2 ഫോർമേഷനിൽ ആയിരിക്കും കറ്റാല ടീമിനെ ഇറക്കുക എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നോറ ഫെർണാണ്ടസിനെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് ബാക്കിൽ ഷഹീഫുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ ബാക്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജുവാനും അതുപോലെ തന്നെ വികാഷു ആണ്. റൈറ്റ് ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐബാനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാരണം സന്ദീപായിരുന്നു കഴിഞ്ഞ 2 കളിയും കളിച്ചത്. പക്ഷേ എനിക്ക് സന്ദീപിൽ അത്ര ഒരു സാറ്റിസ്ഫിക്കേഷൻ ഇല്ല. മിക്കവാറും കോച്ച് ഒരു അവർ ശക്തരായിട്ടുള്ള വിന്നർമാരുള്ള ഒരു ടീമാണ് എന്നുള്ളതാണ്. അത് കുറച്ച് പണിയായിരിക്കും. നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ, ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ലഗാറ്റോറും ലൂണയും ഉണ്ട്. ഞാൻ മിഡ്ഫീൽഡിൽ ലഗാറ്റോറിനെയും ലൂണയെയും, ലെഫ്റ്റ് വിങ്ങിൽ നോഹയെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. റൈറ്റ് വിങ്ങിൽ കോറൂനെയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്ട്രൈക്കർ ആയിക്കൊണ്ട് നമുക്കറിയാം കൊൾഡോബീറ്റയും തിയാഗോ ആൽവസിനെയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു പ്രോപ്പബിൾ ലൈനപ്പ് എന്ന് പറയുന്നത്. ഇതെൻ്റെ വെറും ഊഹാപോഹം മാത്രമാണ്. എനിക്ക് തോന്നുന്നത് ഞാനാണ് കോച്ചെങ്കിൽ ഈ രീതിയിൽ ഇറക്കും. ഇപ്പോൾ അമേയൊക്കെ ഇറക്കുന്നത് വളരെ നല്ല, നവോച്ചയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നവോച്ചയെ ഇറക്കുമെന്ന്. കോച്ചിന് അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നവോച്ച ഇറക്കട്ടെ. എന്തായാലും നമുക്ക് മുംബൈയായിട്ടൊരു സമനിലയോ വിജയമോ കിട്ടും. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു സമനിലയോ വിജയമോ കിട്ടിയാൽ, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് സമനില തന്നെ കിട്ടിയാൽ മതി, നമ്മൾ ക്വാളിഫൈ ആകും. പകരം നമ്മൾ തോറ്റുപോയാൽ നമ്മളെ സൂപ്പർ കപ്പ് ആകെ മൊത്തം കുഴയുമെന്ന കാര്യം സംശയമുണ്ട്. പിന്നെ മറ്റ് ടീമുകളുടെ കടാക്ഷം വേണ്ടി വരും. ഈ കടാക്ഷം നമ്മളിപ്പം ഇന്ന് ജയിച്ചാൽ പിന്നെ ആരുടെയും കടാക്ഷത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ധൈര്യമായി തന്നെ കയറിപ്പോകാമെന്നുള്ളതാണ്. ആരുടെയും കരുണ ആവശ്യം വരില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ കയറിപ്പോകാം. പിന്നെ നമ്മളാകെ വെള്ളത്തിലാകും ഇന്ന് തോറ്റാലെന്ന് പറയാം. മുംബൈയുടെ ഒരു പ്രോപ്പബിൾ ലൈനപ്പ് ഞാൻ പറയാം. ഗോൾ കീപ്പറായ ലച്ചൻപിയാണ്. ലെഫ്റ്റ് ബാക്കിൽ ഞാൻ ആൽവസിനെ പ്രതീക്ഷിക്കുന്നു. സെൻറ്റർ ബാക്കിൽ ആകാശ് മിശ്രയെയും തിരീനെയും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ബാക്കിൽ വാൽപൂയെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സെൻട്രൽ മിഡ്ഫീൽഡിൽ ടോറാലിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വവീത്യം അങ്ങനെ ഒരു പ്ലെയർ ഉണ്ട് അവിടെ സെൻട്രൽ മിഡ്ഫീൽഡ്. കറക്റ്റ് എനിക്ക് പേരറിയില്ല. റൈറ്റ് വിങ്ങിൽ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ ഓട്ടിസിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ സ്പാനിഷ് വിങ്ങറാണ്, കുറച്ച് ഡേഞ്ചറാണ് ആൾ. തിയാഗോ ആൽവസ് നമുക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർക്ക്, ഒരു നല്ല പ്ലെയറാണ്. ലെഫ്റ്റ് വിങ്ങിൽ ചാങ്ത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലെഫ്റ്റ് ഓർ റൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യും. ചിലപ്പം നമ്മുടെ ഈ ഓട്ടിസ് ആയിരിക്കും ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുക. അപ്പോൾ ആ സാഹചര്യത്തിൽ ക്യാപ്റ്റനായ ചാങ്ത്തെ കളിക്കും. സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഞാൻ പെരേര ഡിയാസ് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം പെരേര ഡിയാസ് കേരള ബ്ലാസ്റ്റേഴ്സിലെ സ്ഥിരം മർദ്ദകനാണ്. ഇന്ന് ജുവാൻ ഞാൻ വളരെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ഇന്ന് നല്ല രീതിക്ക് പരീക്ഷിക്കപ്പെടാൻ നല്ല സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് വിക്രം പ്രതാപ് സിംഗിനെയാണ് ഞാനൊരു സെക്കൻഡ് സ്ട്രൈക്കർ അല്ലെങ്കിൽ ആ റോളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം വേണമെങ്കിൽ വിക്രമിനെ എനിക്കൊന്ന് വിങ്ങിലേക്കൊക്കെ ഇട്ട് കളിക്കാൻ സാധ്യതയുണ്ട്. ചാക്ത സ്ട്രൈക്കർ ആവില്ലായിരിക്കും. പക്ഷേ വിക്രം വിങ്ങിൽ വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം വിക്രമിനെ ഞാൻ എന്തായാലും ഫസ്റ്റ് ലൈനപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പെരേര ഡിയാസിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോച്ച് ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് കാര്യം. നമ്മുടെ ഡിഫൻസ് എങ്ങനെ കൈകാര്യം ചെയ്യും, എനിക്ക് അവരുടെ ഡിഫൻസിലല്ല, നമ്മളുടെ വീക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു ഡിഫൻസിൽ തന്നെ വീക്ക് പോയിൻ്റ് ഇല്ല. പക്ഷേ ഇപ്പോൾ ലൂണയൊക്കെ പോയി കഴിഞ്ഞാൽ
കളി ഭയങ്കര ഒരു സെക്കൻഡ് ഹാഫ് ഭയങ്കര ഡൗണായി കളിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പെർഫോമൻസിൽ ആരാധകർ തൃപ്തിപ്പെടാത്ത രീതിയിലുള്ള പെർഫോമൻസ് പലപ്പോഴും നടത്തുന്നു. അതായത് ഇപ്പം ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത്. മാത്രമല്ല നമ്മുടെ ഡിഫൻസ് വേണ്ട വിധത്തിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും ചലഞ്ചായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ജുവാൻ്റെ ഒരു ക്വാളിറ്റി എന്നത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ബട്ട് അവരുടെ ഡിഫൻസിൻ്റെ ടോട്ടൽ സ്റ്റെബിലിറ്റി എന്താണെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഷഹീഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പന്ത് കിട്ടുന്ന സമയത്ത് വളരെയധികം പ്രഷറായി പോകുന്നു, ഒരു രീതിയിൽ വെപ്രാളം കാണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം പെരേര ഡിയാസൊക്കെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ അറിയാം, ആൾ ഭയങ്കര പ്രഷർ ഇടുന്ന ആളാണ്. ഇപ്പോൾ ഡിഫൻസിലൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും പെരേര ഡിയാസ് നമുക്കറിയാം. സോ അതിലൂടെ പെരേര ഡിയാസ് ഗോൾ കണ്ടെത്താൻ വളരെ സാധ്യതയേറെയാണ്. സോ നമ്മൾ ഡിഫൻസ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ കഴിഞ്ഞ തവണ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടർച്ചയായി 2 കളികൾ വിജയിച്ചിരിക്കുന്നു, ക്ലീൻ ഷീറ്റ്, നമ്മളൊരു കോൺഫിഡൻസ് ഉള്ളൊരു ടീമാണെന്നുള്ളതാണ്. അപ്പം അത്യാവശ്യം രീതിയിൽ ലിങ്കപ്പുകൾ വരുന്നു. നമ്മളുടെ ഒരു ഡിസഡ്വാൻറ്റേജ് അതിൽ തന്നെ ഉണ്ട്. കാരണം നമ്മൾ വേണ്ട വിധത്തിൽ ഒരു ഇന്ത്യൻ പ്ലേയേഴ്സും ഫോറിൻ പ്ലേയേഴ്സും ആ ഒരു ഇത് വന്നിട്ടില്ല, ഒരു സ്റ്റെബിലിറ്റി വന്നിട്ട് നമ്മൾ വരാനായിട്ടുള്ളൂ. കാരണം 2 മത്സരമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയാം, കുറച്ചുകൂടി എക്സ്പീരിയൻസ് വരാണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ മത്സരം വളരെ എന്തുകൊണ്ടും ജയിച്ചെടുക്കേണ്ട മത്സരം തന്നെയാണ്. ഇത് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ പുറത്താണ്. പക്ഷേ വിജയമോ സമനിലയോ ആണെങ്കിൽ പോലും നമുക്ക് 1 പോയിൻ്റ് മതി ഇനി സെമി ഫൈനലിൽ എത്താനുള്ളതാണ്. സെമി ഫൈനലിൻ്റെ ഭാഗം നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്ക് ആദ്യം ഈ മത്സരം ഇന്ന് രാത്രിയിലെ ഈ ഒരു പരീക്ഷണം അതിജീവിക്കേണ്ടതുണ്ട്. മുംബൈ എന്ന വൻ പരീക്ഷണത്തെ നമ്മൾ അതിജീവിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് സെമി ഫൈനലിൽ ഗോവയാണ്. സോ നമ്മൾ കളിക്കും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച കളി പോലെ കളിക്കരുത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻറ്റ് വേറെ ഒന്നുണ്ട്. ലൂണയൊക്കെ യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ്റെ അടുത്താണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇന്നിപ്പം ലൂണക്ക് യെല്ലോ കാർഡ് കിട്ടിയെന്ന് വെച്ചാൽ അടുത്ത സെമി ഫൈനലിൽ ലൂണക്ക് കളിക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആ രീതിയിലൊക്കെ എന്തുകൊണ്ട് പ്രഷർ ഇട്ടിട്ട് കളി ജയിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ലൂണയൊക്കെ പ്രൊഫഷണൽ പ്ലെയറാണ്, ആൾക്ക് അറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ. സോ ലൂണ ഇറക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ലൂണ ഇല്ലെങ്കിൽ ഒന്ന് കളി സ്ലോ ഡൗൺ ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കൊൾഡോ ബീറ്റ് എന്തായാലും ഞാൻ ലൈനപ്പിൽ പ്രതീക്ഷിക്കുന്നു. ആൽവസിനെ ഇന്ന് ആൽവസ് കളിക്കും, പക്ഷേ അതിപ്പോൾ ഫസ്റ്റ് ഹാഫ് തന്നെ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ആൾ ഫസ്റ്റ് ലെവലിൽ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം മുംബൈ പോലൊരു ടഫ് എതിരാളികൾക്കെതിരെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സഹായിക്കുമെന്നുള്ള കാര്യം സംശയം വേണ്ട. മുംബൈയുടെ ഒരു ഡിസപ്പോയിൻറ്റുകൾ എന്നല്ലേ, മുംബൈയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ മുംബൈയുടെ അഡ്വാൻറ്റേജ് അത് നമുക്ക് പറയണ്ട. മുംബൈയുടെ ആ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ചൂഷണം ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഗോൾ വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടിക്കാനുള്ള അവർ വളരെ ഡൗൺ ആവുന്നു എന്നുള്ളതാണ്. ഇപ്പം രാജസ്ഥാൻ എന്ന ചെറിയ ടീമായിട്ട് പോലും ആ രീതിയിൽ തോറ്റു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മുംബൈ സിറ്റി രാജസ്ഥാനോട് തോറ്റു 1 ഗോളിന്. ആ ഒരു ഗോൾ അവരടിച്ച് നല്ല രീതിക്ക് ടീം ഗോൾ. ഞാൻ പറഞ്ഞു അവരുടെ ഒരു പോരായ്മ എത്തണം, ഭയങ്കര ഗ്യാപ്പുകൾ എനിക്ക് മനസ്സിലായത് അവർ ഈ പന്തിടുന്ന സമയത്ത് ഇപ്പം വിങ്ങിലേക്കൊക്കെ പന്തിടുമ്പോൾ ആ പോസ്റ്റിൻ്റെ ആ ഒരു ബോക്സില്ലേ, എന്താ പറയുക, ആ ബോക്സ് മുംബൈയുടെ ഡിഫൻസീവ് ബോക്സിൽ ആ ഒരു ഏരിയയിൽ പലപ്പോഴും ഒരു മിഡ്ഫീൽഡേഴ്സും ഡിഫൻസും തമ്മിലൊരു ലിങ്കപ്പില്ലാതെ കളിക്കുന്ന ഒരുമാതിരി ഉള്ള ഒരവസ്ഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മുംബൈയെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനോട് കളിക്കുമ്പോൾ പെരേര ഡിയാസ് കുറച്ച് വിങ്ങിലോട്ട് ഇറങ്ങിച്ചെന്ന് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സോ അതുകൊണ്ടായിരിക്കാം അവർ തോറ്റത്. സോ അതുകൊണ്ടാണെങ്കിൽ നമ്മൾ ഇത്തവണ കുറച്ച് പെടും. കാരണം അവർ ഇപ്പം മെയിനായിട്ട് കളിയിലേക്ക് അവർ ഒരു ഡു ഓർ ഡൈ കളിക്കുമെന്ന കാര്യം സംശയം വേണ്ട. നമ്മളും അതേ ഡു ഓർ ഡൈ, അവരെക്കാൾ കൂടുതൽ ഡു ഓർ ഡൈയിൽ കളിക്കണം എന്നുള്ളതാണ്. ഇൻറ്റൻസിറ്റിയോട് കൂടി കളിച്ചാലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെമി ഫൈനലിൽ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. മുംബൈ ഏത് വിധേനയും മുംബൈയെ വിജയിക്കാൻ അനുവദിക്കാതിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഡിഫൻസ് ആയിരിക്കും സത്യം പറഞ്ഞാൽ ഇന്ന് പരീക്ഷിക്കപ്പെടുക. അന്ന് ഡിഫൻസിൻ്റെ ക്വാളിറ്റി നമുക്കിന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ്. സോ ജയിക്കട്ടെ, നമ്മൾ തോൽക്കാതെ ഇരുന്നാൽ മാത്രം മതി. നമ്മൾ ഫാൻസൊക്കെ കുറച്ച് ആവേശത്തിലാണ്, പക്ഷേ നമ്മളിപ്പോൾ ആവേശപ്പെടേണ്ടത് ആവശ്യമില്ല. കാരണം ഇത് ISLൻ്റെ ആ സിറ്റുവേഷൻ അല്ല. കാരണം ഇപ്പോൾ 2 മത്സരമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളെ കളി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗ് പോലത്തെ ഇതല്ല, ലീഗിൻ്റെ പ്ലേ ഓഫ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഒന്നും പെർഫോമൻസ്. ഏത് നിമിഷം മുംബൈ ചാടി എണീക്കുമെന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ഫോറിൻ നിര നമുക്കുണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജാണ്. മാത്രമല്ല നമുക്കൊരു ഫത്രോഡ എന്ന് പറഞ്ഞാൽ ഫത്രോഡയിലെ പിച്ച് വളരെ ഡേഞ്ചർ പിച്ചാണ് എന്നുള്ളതാണ്. നമുക്ക് പണി തരുമോ, ഇഞ്ചുറികളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവരും നന്നായി കളിക്കുമെന്നുള്ള സംശയം വേണ്ട.
അവരുടെ ഒരു പോസിറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട്. അവർ ഈ ഒരു നെഗറ്റീവ് മാത്രമല്ല, അവരുടെ വിങ്ങർ അറ്റാക്കിങ് വളരെ ഡേഞ്ചറസ് ആണെന്നുള്ളതാണ്. പിന്നെ ബാംഗ്ലൂർ പുറത്തായിരുന്നല്ലേ, പക്ഷേ അവരുടെ ഒരു അറ്റാക്കിങ്, അപ്പോൾ ബാംഗ്ലൂർ എഫ് സി ഇന്ന് കഴിഞ്ഞ ദിവസം തോറ്റിരുന്നു അല്ലേ, അതിൽ എന്താ പറയുക, സ്ട്രൈക്കറായിട്ട് അവരുടെ ബി ടീമിലെ സ്ട്രൈക്കറാണ് കളിച്ചത്. അവരുടെ മെയിൻ സ്ട്രൈക്കറൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ, അവരുടെ ഒരു അറ്റാക്കിങ്ങിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ഈ ഓട്ടീസ് കുറച്ച് നമ്മളുടെ ഡിഫൻസ്, ഓട്ടീസോ വിക്രമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ചാങ്ങത്തെ ചാൻസുകൾ ഉണ്ടാക്കുന്നതിൽ ക്യാമനാണെന്ന കാര്യത്തിൽ സംശയം ആർക്കും വേണ്ട. പെരേര ഡിയാസ് അത് ഫിനിഷ് ചെയ്തിടാനും ക്യാമനാണ്. സോ ഈ ഒരു അവരുടെ അറ്റാക്കിനെ നമ്മൾ മെയിനായി തന്നെ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്നുള്ളതാണ്. സോ ഇന്നത്തെ മത്സരം വിജയിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ആ കളി കാണണം, മസ്റ്റ് വാച്ചാണ്. വളരെ വാശിയേറിയ പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ ഒരു നോക്കൗട്ട് അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ എന്തായാലും നമുക്ക് അടുത്ത വിജയിച്ചിട്ട് ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു കളി കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ചിൻ്റെ വീഡിയോ ഇടും. അതിൽ വിജയിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആവട്ടെ എന്ന് ഹോപ്പ് ചെയ്യുന്നു. അപ്പോൾ ശരി, ബൈ.